ഹുത്താൻ പൈനസ്. ഹുത്താൻ പൈനസ് എന്ന പൈൻ ഫോറസ്റ്റ് എന്നാണ് അർത്ഥം. മാങ്കുനാൻ എന്നത് ഈ സ്ഥലത്തിൻ്റെ പേരും. എന്തായാലും വണ്ടിക്ക് നിർത്തി നമ്മൾ നോക്കട്ടെ, കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവിടെ തന്നെ വേറെ സംഭവങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഓഫ് റോഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ജീപ്പൊക്കെ നമുക്ക് റെൻറ്റിന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വേറെ ഓഫ് റോഡ് ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോവാം. ബൈക്കുകളുണ്ട് വേറെ. ജീപ്പിൻ്റെ തന്നെയാണ്. അതിൽ യൂസ് ചെയ്യണം, ഓഫ് റോഡ് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ഹെൽമെറ്റുകളൊക്കെയാണിത് അല്ലേ. പോസ്റ്റ് ജീപ്പ്. യാ ഇതൊരു എൻട്രൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൈൻ ഫോറസ്റ്റുകളാണുള്ളത്. ഇത് ഇവിടെ തന്നെയുള്ള മറ്റൊരു ഡെസ്റ്റിനേഷനാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഭയങ്കര സംഭവം തന്നെ. പൈൻ ഫോറസ്റ്റുകൾ. ഇതൊരു ഒരു ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ പൈൻ ഫോറസ്റ്റുകൾ വളരും. അത് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലും മൗണ്ടെയിൻ ഏരിയയിലാണല്ലോ ഈ പൈൻ ഫോറസ്റ്റുകൾ ഉണ്ടാകുക. അപ്പോൾ അതേപോലെയുള്ള ഒരു മൗണ്ടെയിൻ ഏരിയ ആയതുകൊണ്ട് ഇവിടെ പൈൻ ഫോറസ്റ്റുകൾ ധാരാളം ഉണ്ട്. അത് ഇവരൊരു ടൂറിസ്റ്റാക്കി മാറ്റി, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ നടന്നു പോയി. അവിടെ എന്തൊക്കെ ട്രഡീഷണൽ ഡാൻസിങ് പരിപാടികൾ നടക്കുന്നുണ്ട്. അത് പോയി ഷൂട്ട് ചെയ്യട്ടെ. പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗാർഡൻ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗാർഡൻ പോലല്ല, ഗാർഡൻ തന്നെ. ഒരു സൈഡിൽ മലനിരകൾ കാണുന്നുണ്ട്. ആ ഭാഗത്ത് വിട്ടായിട്ട് ദൂരെ. പിന്നെ ഇത് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്പോട്ടുകളാണ്. കണ്ടില്ലേ? ഇങ്ങനെയാണ് സംഭവം. പൈൻ ഫോറസ്റ്റിൻ്റെ തന്നെ വേറെ ഭാഗങ്ങളാണിതെല്ലാം. കണ്ടോ? ഓരോരോ ഭാഗങ്ങളാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചത്തിൽ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. ഒരു മല നിരകളാണിത്. അത് ഈ കോലത്തിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്.
വേറെ 2 ആളുകൾ ഇതവിടെ വെറുതെ വരുന്ന ഫോട്ടോ എടുത്ത് നോക്കുക. വരി. ഹായ്. യു ഇന്തോനേഷ്യ? യു ജക്കാർത്ത? നോ, ജോഗ്യ. ജോബാർ. ജോബാർ നിയർ മലേഷ്യ? നോ നോ നോ. ബന്ധുങ്. ഓക്കെ, ബന്ധുങ് ചോബർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ് പേര്. ഓക്കെ, എന്തായാലും വരെ പരിചയപ്പെട്ടൊരു സന്തോഷം. ഓ തെർമാക്കാസി. അങ്ങനെ പൈൻ ഫോറസ്റ്റ്. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കല്ല് പാകിയതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. വെള്ളാരം കല്ലുകൾ അങ്ങനെ പാകി വൃത്തിയിൽ പാകി വെച്ചിട്ടുണ്ട്. താഴെ ആ മ്യൂസിക്, ഇവരുടെ ട്രഡീഷണൽ മ്യൂസിക്കും ആ ചെറിയ ഡാൻസും അത് നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. വേറെ വേറെ പല ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്തോനേഷ്യൻ്റെ പല ഭാഗത്തുനിന്ന്. ഒന്നാമത് വീക്കെൻഡാണ്, ശനിയാഴ്ചയാണ്. അപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരുത്തം കണ്ടോ ഇവിടെ ബൈക്കിലിങ്ങനെ പോണ കണ്ടിട്ട് നമുക്കിങ്ങനെ പൂതിയ കണ്ടോ. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ബൈക്ക് റൈഡ് അതൊരു അനുഭവം തന്നെ. ചങ്ങായി പോയാവും, എങ്ങട്ടാ പോയതാവും. അതാ പോണ്, ഉള്ളിലൂടെ പോയി ഏതോ ഭാഗത്തേക്ക് പോകണ ആള്. അവിടെ എത്തിയാണ് ബൈക്ക്. ഏത് ഭാഗത്തേക്കാണ് ഇതിൻ്റെ പോകേണ്ടതെന്ന് അറിയില്ല. അത്രയും സംഭവങ്ങളും അത്രയും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഏത് ഭാഗത്തേക്ക് പോകണം, എങ്ങോട്ട് നടക്കണം, എവിടെ ഷൂട്ട് ചെയ്യണം. എന്തായാലും അത്യാവശ്യത്തിൻ്റെ ഉള്ളിൽ തെണ്ടി തിരിഞ്ഞ് അത്യാവശ്യം പല ഭാഗത്തു കൂടി നടന്ന് കറങ്ങി തിരിഞ്ഞാണ്. ഇതിനുള്ളത് പുറത്ത് കിടക്കുക. വേറെ സംഭവങ്ങളൊക്കെ പോകാനുള്ളതുകൊണ്ട് ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങണം, അതിനുള്ള വഴി നോക്കുകയാണ് ഇപ്പോൾ. ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് തീരൂല. ഇത് അത്രയും വിശാലമായിട്ട് അങ്ങനെ വ്യാപിച്ചിട്ട് കിടക്കുകയാണ്. പല പല ഭാഗങ്ങളിലായിട്ട് പല പരിപാടികളും എല്ലാം. ഇതിന് ചിലപ്പം സത്യം പറഞ്ഞാൽ ഒരു ഹാഫ് ഡേ തന്നെ വേണം ഇവിടെ ശരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് കണ്ട് റിലാക്സ്ഡ് ആണെങ്കിൽ ഒരു ഹാഫ് ഡേ തന്നെ വേണം ശരിക്കും. കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടൈം എടുക്കും. ഒറ്റക്ക് വരുന്ന പോലെ അല്ലല്ലോ. കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും കൂടി ആകുമ്പോൾ കൂടുതൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതാ ഒരു വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ പോവുകയാണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട്, ഒരു കൊളോസിയം പോലെ ഒന്നായിട്ട്. അതിൻ്റെ ചുറ്റും സീറ്റുകളാണ്. അവിടെ ആർട്സ് അല്ലെങ്കിൽ പെർഫോമിങ് ആർട്ടുകളൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് പോലെ ഒരു ഏരിയ ഉണ്ട് അവിടെ. ഇതാ നമ്മൾ തൽക്കാലം ഇതിൽ നിന്ന് തെറ്റിയിട്ട് ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കയറാൻ നോക്കുക. അതിലൂടെ നടക്കുമ്പോൾ നമ്മൾ പാട് നടക്കണം. ഇത് ഷോട്ട് പിടിച്ചിട്ട് വരികയാണ് ഇങ്ങനെ. എങ്ങനെ നോക്കിയാലും ഭയങ്കര രസകരമായിട്ടുള്ള നേച്ചറാണ്, പ്രകൃതി. ഫാമിലീസൊക്കെ കണ്ടോ ഇവിടെ. അങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവരും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് അതിന് പറ്റിയൊരു നേച്ചർ ആംബിയൻസ് ആണ്. ശാന്തമായിട്ട് ഇരുന്നിട്ട് നല്ല പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ശുദ്ധവായു ശ്വസിച്ചിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഫാമിലീൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയ സ്ഥലം. അതാ ചെറിയ കുട്ടികൾക്കുള്ള ചെറിയ സംഭവങ്ങളാണ് ഇത്. ഈ റോപ്പ് കൊണ്ട് ഉണ്ടാക്കിയത് ഫാമിലി എല്ലാവർക്കും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓരോ ആക്ടിവിറ്റീസ്. അങ്ങനെയുണ്ട് സംഭവം. എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പ്രായക്കാർക്കും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ സാഹചര്യങ്ങൾ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഈ വുഡൻ ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പാത്തല്ലാതെ നോർമലി നമ്മളെ മണ്ണിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വഴികളുണ്ട്.
ഇതാണ് പൈൻ ഫോറസ്റ്റിൻ്റെ ചെറിയൊരു വീഡിയോ. ഇത് ഏതായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. പൈൻ ഫോറസ്റ്റ് മാത്രം ഇതൊരു കാണേണ്ട കാഴ്ച തന്നെ. ഇന്തോനേഷ്യയിൽ വരുന്ന ആളുകൾ ജോഗ്യാകാർത്ത എന്ന സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത്. Okay, thank you for watching video. See you on next video.